സമാധാനം, ഒരു രാഷ്ട്രീയക്കാരന് തരാൻ കഴിയാത്ത സമാധാനം, ഒരു ഭരണകൂടത്തിന് തരാൻ കഴിയാത്ത സമാധാനം. അതാണ് കർത്താവിന്റെ സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോയിരിക്കും. ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് നിങ്ങളുമായി കൈമാറുവാൻ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദവിനിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ ഏവർക്കും വീണ്ടും വരാൻ അരുളി ചെയ്ത നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഓപ്പൺ മില്ലിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജീവിതം ഒരു നീർക്കുമ്പളയാണ്, അത് എപ്പോഴും വേണേലും പൊട്ടിപ്പോകും. അതുകൊണ്ട് ഈ ദുഷ്ടത പറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നമ്മുടെ മുമ്പിൽ ഇരുന്ന് സമയം ഒട്ടുമില്ല. എന്താണ്? കാഹളനാദം മുഴങ്ങേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രധാന ദൂതത്തോടെ കാഹളത്തോടെ യേശു ക്രിസ്തു മധ്യകാശത്ത് വെളിപ്പെടുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടില്ല. എല്ലാറ്റിനും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കേണ്ടത്രേ. എന്നാൽ സകല ബുദ്ധിയും കഴിഞ്ഞ ദൈവീയ സമാധാനം ക്രിസ്തുവേശിൽ നിന്നെ കാക്കുമാറാവും. എന്നാണ് സകല ബുദ്ധിയും കഴിഞ്ഞ ദൈവീയ സമാധാനം. അതാണ് കർത്താവിന്റെ സമാധാനം. ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ ഈ തെരുക്കളിലും തെരുവിലും ഗ്രാമപ്രദേശത്തും കഴിഞ്ഞ 6 വർഷമായി തെരുവിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ കേരളത്തിന്റെ 14 ജില്ലയിലും ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ദേശത്ത് കടന്നു വന്ന സുവിശേഷം അറിയിക്കുന്നുണ്ടറിയുമോ? മനുഷ്യനും ഇന്നും പാപത്തിന്റെ അടിയിൽ കൂടെ കടന്നു പോകണം. ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന മനുഷ്യൻ ജീവിതമാണ്. ഇവിടാണ് മനുഷ്യന്റെ പാപം ഇരിക്കുന്നത്. ഹൃദയമെന്ന വാതിൽ പാപം പെരുകിയിരിക്കുക. ആ ഹൃദയമെന്ന വാതിൽ പാപം പെരുകിയിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മൾ പറയുന്നത്, ഞാൻ നിന്റെ പടിവാതിൽക്ക് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും താഴെ കഴിക്കും. അപ്പൊ ഏത് വാതിലാണ്? ഹൃദയം എന്ന വാതിൽ. ഹൃദയം എന്ന വാതിലാണ് യേശു ചോദിക്കുന്നത്. പാപം നിറഞ്ഞിരിക്കുന്നത് പാപികളെ തേടിയാണ് യേശു ഇതാണ് ഭൂമിയിലേക്ക് വന്നത്. എന്റെ ദേശം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ 109 ദേശം ജനിച്ചു വളർന്നു. യൗവനപ്രായത്തിൽ തെരുവിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. മദ്യപാനത്തിനും കൊഞ്ചാവിനും ലഹരിക്കും ലഹരി പദാർത്ഥത്തിനൊക്കെ അടിമയായി ലോകത്തിന്റെ മോഹൽ സഞ്ചരിച്ച് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ അനേക കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. മദ്യപാനത്തിനും ലഹരിയും ലഹരി പദാർത്ഥത്തിനൊക്കെ കഴിച്ചുകൊണ്ട് ജീവിതം വെറും കൂത്തായി ലോകത്തിന്റെ മോഹൽ സഞ്ചരിച്ച് ലോകപരമായി ജീവിതം നയിച്ച് കടന്നുപോയപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് പഴയ വലിയൊരു പ്രതിസന്ധി ആചരിക്കുന്നൊക്കെ ഇവിടെ എത്തി. എന്താണ് പ്രതിസന്ധി എന്ന് നിങ്ങൾ ചോദിക്കും. അതിന് കാരണം എന്റെ 2 സഹോദരിമാരാണ്. 10ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ എന്ന ആ മാനസിക ഭ്രാന്തി ശരീരത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ. ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാലെടുത്ത് ഭവനത്തിലേക്ക് ചവിട്ടുമ്പോൾ മരണഭീതി കൊണ്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന അവസ്ഥകൾ ഞങ്ങൾ പലയിടത്തും കടന്നുപോയി. പലയിടത്തും വിടുതലിന് വേണ്ടി കടന്നുപോയി. എങ്ങും ഒരു സമാധാനമോ വിടുതലോ നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് റോഡടിയിൽ ഒരു ഉദ്ദേശം വിളിച്ചു പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുക, എങ്കിൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ മധ്യകാലത്ത് അനുഭവിച്ചുകൊണ്ട് വിടുമ്പോഴാണ് ഈ സുവിശേഷം കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുക, എങ്കിൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. വെറു രക്ഷയല്ല കേട്ടോ, പാപത്തെയും നീതിക്കുറിച്ചുമുള്ള ഒരു ബോധം തരുന്ന രക്ഷ. അത് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നൊക്കെ ഇവിടെ തീർന്നു. ഞാൻ വീട്ടിൽ പോയി കടന്നിങ്ങനെ ഉറങ്ങിയപ്പോൾ എനിക്കന്ന് രാത്രി ഉറക്കം വന്നില്ല. പാപത്തെയും നീതിയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സുവിശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ഹൃദയത്തിലുള്ള രൂപാന്തരപ്പെടന്നൊക്കെ ഇവിടെ തീർന്നു. പാപത്തെയും നീതിയെക്കുറിച്ചുള്ള ബോധം എന്നുള്ളിലേക്ക് കയറുന്നൊക്കെ ഇവിടെ തീർന്ന് അങ്ങനെ ചിന്തിച്ച് യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. മദ്യപാനത്തിനോ ലഹരിക്കോ ലഹരി പദാർത്ഥത്തിനോ ഒരിക്കലും ഒരു മനസ്സിന് സമാധാനമോ സന്തോഷമോ തരാൻ കഴിയത്തില്ല. അത് അല്പനേരം മാത്രമുള്ളൂ. ആ ലഹരി വിട്ട് ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ മനുഷ്യൻ വീണ്ടും പഴയിലേക്ക് കടന്നു പോകും. എന്നാൽ ഈ നിത്യമായ സുവിശേഷം കേൾക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടും. അവന്റെ ഹൃദയത്തിൽ പാപത്തെ കുറിച്ച് ബോധമുണ്ടാകും. അവന്റെ ഹൃദയം പാപത്തെ തള്ളിപ്പറഞ്ഞിട്ട് അവന്റെ ഹൃദയത്തിൽ സുബോധം ലഭിക്കുന്നൊക്കെ ഇവിടെ എതിരും. എന്താണ് സുബോധം?
ദൈവത്തിലൂടെ കൂടുതൽ അടുക്കുമ്പോൾ സുബോധം നമുക്ക് ലഭിക്കും. ആർക്കും തരാൻ കഴിയാത്ത സമാധാനം, ആർക്കും തരാൻ കഴിയാത്ത സ്നേഹം, കരുണ, സമാധാനം, സന്തോഷം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇവിടെ തരും. യേശു നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരും. അവന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ എന്നില്ലാത്ത സമാധാനം, സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നൊക്കെ ഇവിടെ തരും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, സുവിശേഷം ഒരു മതപ്രഭാഷണമല്ല, സുവിശേഷം ഒരു മതത്തിലേക്ക് നമ്മളെ ചേർക്കുന്നതല്ല. എന്താണ് സുവിശേഷം? മാനസാന്തരം. മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുന്നതാണ് സുവിശേഷ സന്ദേശം. അതുകൊണ്ട് സുവിശേഷ സന്ദേശം നിങ്ങളെ തള്ളിപ്പറയല്ല. ഈ സുവിശേഷ സന്ദേശം നിങ്ങളെ പാപത്തെ, നീതിയെക്കുറിച്ച് നിങ്ങളെ ബോധപ്പെടുത്തുന്ന സന്ദേശമാണ്. ഈ സുവിശേഷ സന്ദേശം ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്താണ് ഈ സുവിശേഷ സന്ദേശം? ഒരുത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിത രീതി മാറും. സുവിശേഷം ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കും. സുവിശേഷം ഒരു ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ആ ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കും. സുവിശേഷം പാപത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ പാപങ്ങൾ നിന്നെ വിട്ടുമാറുന്നൊക്കെ ഇവിടെ എത്തിരും. അതുകൊണ്ട് സുവിശേഷം ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ സുവിശേഷം എന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ് എന്റെ ജീവിതത്തിന് അനുഗ്രഹം. വചനം പറയുന്ന ഹൃദയശുദ്ധിയിലുള്ള ഭാഗ്യവൻ അവൻ ദൈവത്തെ കാണുന്ന. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. എന്നും മനുഷ്യൻ സ്നേഹിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. സ്നേഹമില്ല, മനുഷ്യൻ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ തിരുവചനം പറയുന്നു. കർത്താവിനെ കുറിച്ച് പലരും നിന്ദാപാത്രങ്ങളായി തുപ്പിപ്പറഞ്ഞ് കള്ളക്കേസ് പറഞ്ഞ് അവനെ കുറ്റം നിമിച്ച്